മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ വിവാദം മുറുകുകയാണ്. കുടുംബസമേതമാണ് വിവേക് എത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിവേകിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, എന്താണ് അവിടെ സംഭവിച്ചത്? ഇന്നലെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ മർദ്ദനമേറ്റ മാധ്യമപ്രവർത്തകൻ രാജു ഗുരുവായൂരിനാണ് ഇക്കാര്യം വ്യക്തമായി തന്നെ പറയാൻ സാധിക്കുക. അപ്പോൾ ശ്രീ രാജു ഗുരുവായൂർ, സ്വാഗതം, സുപ്രഭാതം. ബിഗ് ടിവിയിലേക്ക് ഈ പ്രഭാതത്തിൽ വന്നതിന് താങ്ക് യു. ഇന്നലെ അടി കിട്ടിയെന്നൊക്കെ നമ്മൾ കേട്ടു, ശരിക്കും കിട്ടിയോ? ശരിക്കും കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയും അതുപോലെ തന്നെ എൻ്റെ പുറത്തിടിക്കുകയും ഇതൊക്കെയാണ് സംഭവിച്ചത്. തീർച്ചയായും വളരെ 25 വർഷത്തിനുള്ളിൽ നമ്മൾ 25 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്നതാണ്. ഇവിടെ പല VIP വരാറുണ്ട്, വന്ന് പോകാറുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഈ VIP വരുമ്പോൾ നമ്മൾ ചിത്രീകരിക്കാറുമുണ്ട്. യാതൊരു കാരണവശാൽ ഇന്നലെ മറ്റു മാധ്യമപ്രവർത്തകർ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രമാണ് ഇത് എക്സ്ക്ലൂസീവായിട്ട് അറിഞ്ഞിട്ട് ഞാൻ വന്ന് കഴിയുമ്പോൾ ഇവരവിടെ ഈ ഗുരുവായൂർ ഈ കേശവൻ്റെ സമീപത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുകയായിരുന്നു. അത് ഒരു വാച്ച്മാൻ ഉണ്ട്, സുമേഷ് എന്ന് പറഞ്ഞൊരു വാച്ച്മാൻ. ആ വാച്ച്മാനും ഈ മുഖ്യമന്ത്രിയുടെ മകനും കൂടെ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ആ ഫോട്ടോ എടുക്കുന്ന വിഷയം ഞാൻ ആദ്യം ചിത്രീകരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ നടന്നു പോകുന്നു. അതിൽ മെയിനായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു, പിന്നെ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇവർ 3 പേരും അങ്ങോട്ട് കടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ ആ വിഷയമൊക്കെ ചിത്രീകരിച്ച് ഞാൻ വീണ്ടും ഈ ദിവസം ഗസ്റ്റ് ഹൗസിൻ്റെ അകത്തേക്ക് ഇവർ കടന്നു പോകുന്നത് വരെ ഞാൻ വിഷയം ചിത്രീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്നിട്ട് ഇനിയും അവർ വരികയാണെങ്കിൽ കുറച്ച് വിഷയം കൂടിയും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എടുക്കാനായിട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് ഈ സ്ത്രീയും അതുപോലെ തന്നെ അവരെ കൂടെ ഉണ്ടായിരുന്ന പുരുഷനും കൂടെ ഈ പുറത്തേക്ക് ഇറങ്ങി വന്നു. എൻ്റെ സ്ഥലത്തേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, താൻ ആ എടുത്ത വിഷ്വൽസ് മുഴുവൻ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കണതെന്ന് ചോദിച്ചു. വാർത്ത വരാതിരിക്കാനാണെങ്കിൽ ഞങ്ങൾ വാർത്ത വേണ്ടാന്ന് പറയണമെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. അല്ല, ഞങ്ങളൊരു സ്വകാര്യ സന്ദർശനമാണ്, അതുകൊണ്ട് വാർത്ത വരേണ്ടതില്ല, ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ഒഴിവാക്കിക്കോളാം, വാർത്ത കൊടുക്കുന്നില്ല, കാര്യം കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അതല്ല, അത് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ട് കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നടക്കില്ല, കാരണം ഞാൻ എൻ്റെ പ്രൊഫഷനാണ് ചെയ്തത്. ഞാനിവിടെ വരുന്ന വിഷ്വൽസ് ഞാൻ എടുത്തു, ആ വിഷ്വൽ എടുക്കുന്നത് എൻ്റെ പ്രൊഫഷനാണ്. ആ പ്രൊഫഷനിൽ ഞാൻ ചെയ്തു. അത് നിങ്ങൾക്ക് താല്പര്യമില്ല, നമ്മൾ വാർത്ത കൊടുക്കില്ല. പക്ഷേ ഡിലീറ്റ് ചെയ്യാൻ പറയാൻ നിങ്ങൾക്ക് റൈറ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈ സ്ത്രീ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഫോൺ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെച്ചു. പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും ഈ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ഈ കൂടെയുള്ള ആൾ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ 2 പേരും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പന്തികേടാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പതുക്കെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നടന്ന് ഈ റോട്ടിലേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹം എൻ്റെ പിന്നാലെ വന്നിട്ട് എൻ്റെ കോളർ പിടിച്ചു. ആ കോളർ പിടിച്ച് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. എവിടേക്ക്? ഈ ചിത്രം ഡിലീറ്റ് ചെയ്യാതെ നിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോലീസും ആൾക്കാരൊക്കെ ഉണ്ട്, ഇവരൊക്കെ എല്ലാവരും നോക്കിയേക്കാണ്. ഞാൻ എന്നെ ഇങ്ങനെ കോളർമ പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഞാനേതോ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയെ പോലെ എന്നെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയി വീണ്ടും ആ തെക്കേ നട വരെ പോയപ്പോൾ ഇയാൾ എന്നെ വിടാണ്ടായപ്പോൾ ഞാൻ കൊതറി പോകുന്നതിൻ്റെ ഇടയിൽ ഈ നേരത്തെ ഒരു ഫോട്ടോ എടുത്ത സുമേഷ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, കിഴക്കേ നടയിൽ ആയത്തായിട്ട് നിൽക്കുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ അയാളോട് വിളിച്ച് പറഞ്ഞു, അവൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, അവന് വിടരുതെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവനെ ഓടി വന്ന് എന്നെ വട്ടം കെട്ടിപ്പിടിച്ചു. പിന്നെ എന്നെ കഴുത്ത് പിടിക്കുക, എൻ്റെ കൈ പിടിച്ചൊടിക്കുക, എൻ്റെ ഫോൺ എങ്ങനെയും തിരിച്ചു വാങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുക. ആകെ പ്രശ്നമായി. ആളുകൾ കൂടിയിട്ട് പരിചയമുള്ളവരുണ്ട്, പരിചയമില്ലാത്തവരുണ്ട്. അവസാനം ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ആളെ ചെയ്യണേ? ആളൊരു മാധ്യമപ്രവർത്തനല്ലേ, അവർക്കൊക്കെ അറിയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്താ ആളെ ചെയ്യണേ, എന്തെങ്കിലും ചെയ്യണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ആളോട് പറഞ്ഞു, ചേട്ടാ മുഖ്യമന്ത്രിയുടെ മകൻ വന്നിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, നിങ്ങൾ ആളെ വിടാൻ പറഞ്ഞിട്ടും ഇവർ വിടുന്നില്ല. അവസാനം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ എന്നെ വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ്, രാജു, ആ വിഷൽ പുറത്തു വിടാൻ പറ്റില്ല, കാരണം അത് വളരെ റെസ്ട്രിക്റ്റഡ് ആണ്, നമുക്കത് പുറത്തു വിടാൻ പറ്റില്ല, വാർത്തയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് എന്നോടൊന്ന് വിളിച്ച് പറഞ്ഞ് ഞാൻ വാർത്തയാക്കണ്ടെന്ന് പറഞ്ഞാൽ വാർത്തയാക്കില്ല, പക്ഷേ അതിനെ ഈ ഗുണ്ടായുസം കാണിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, രാജു എവിടെയുള്ളതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഗണപതി അമ്പലത്തിൻ്റെ അവിടെയാണ് എന്നെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്നെ ഒരു തടങ്കലിൽ വെച്ചിട്ട് ഗണപതി അമ്പലത്തിൻ്റെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആൾ 5 മിനിറ്റിനുള്ളിൽ ഓടി അവിടെ എത്തി. ഈ അഡ്മിനിസ്ട്രേറ്റർ വന്ന വഴിക്ക് എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്നെ പിടിച്ചിട്ട് ആ ക്ഷേത്രത്തിൻ്റെ വരാന്തയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, രാജു, ഇത് യാതൊരു കാരണവശാലും ഇത് പുറലോകം അറിയരുത്,
ചെയ്യരുത്, യാതൊരു കാരണവശാലും വാർത്ത പുറത്ത് വരരുത്, അതുകൊണ്ട് ഇത് ഡെലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ വാർത്ത കൊടുക്കാതിരുന്നാൽ പോരെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല, പ്രത്യേക നിർദ്ദേശമുള്ളതാണ്, ഈ ഞങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശമുണ്ട്, അത് പുറത്ത് പോയിരുന്നു, അതുകൊണ്ട് ഇത് പുറത്ത് വിടാൻ പറ്റില്ല, ഉടനെ തന്നെ അത് ഡെലിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫോണിൽ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾ ആ സ്ത്രീയുടെ ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു സ്ത്രീ എല്ലാവരും ഗ്രൂപ്പായിട്ട് നടന്നു പോകുന്ന വിഷയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അതെല്ലാം ഡെലിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡെലിറ്റ് ചെയ്യേണ്ട സാർ, ഞാൻ വാർത്ത കൊടുക്കാതിരുന്ന പോലെ പറ്റില്ല പറഞ്ഞിട്ട് ആ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അദ്ദേഹം തന്നെ ഇത് ഫുൾ ഡെലിറ്റ് ചെയ്തു. ഡെലിറ്റ് ചെയ്യുക മാത്രമല്ല, ആ ഡെലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ ട്രാഷിൽ വന്നെടുക്കുന്ന ആ വിഷയിലടക്കം ആൾ ഡെലിറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഫോൺ എനിക്ക് തിരിച്ചു തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇത് ഈ ഗുണ്ടായിസല്ലേ ചെയ്തത്, ഞാൻ ആർക്കും ദ്രോഹമില്ലാണ്ട് നമ്മളെടുത്ത് പോകാം, നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ വാർത്ത കൊടുക്കില്ല, വാർത്ത വേണ്ട അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കും. അപ്പോൾ അത്ര ഇതുള്ളപ്പോൾ ഇതൊരു ജസ്റ്റ് കോളിൽ തീരാവുന്ന കാര്യം ഇവരെന്നെ ഗുണ്ടായിസം കാട്ടി ഇങ്ങനെ പിടിച്ചു നിർത്തി എന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആൾ പറഞ്ഞു അത് കുഴപ്പമില്ല രാജു, അത് പുറം ലോകം യാതൊരു കാരണവശാലും. ഈ അഡ്മിനിസ്ട്രേറ്ററുടെ പേരെന്താണ്? ശ്രീ രാജു ഗുരുവായൂർ, അഡ്മിനിസ്ട്രേറ്ററുടെ പേരെന്താണ്? പേര് പറഞ്ഞു തന്നെ മുന്നോട്ട് പോകാം. അരുൺ എന്നാണ് അഡ്മിനിസ്ട്രേറ്ററുടെ പേര്. അതെ, അഡ്മിനിസ്ട്രേറ്ററാണ്, ഇവിടുത്തെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററാണ്. അഡ്മിനിസ്ട്രേറ്റർക്ക് പ്രത്യേക നിർദ്ദേശമുണ്ട്, അപ്പോൾ അതിന് മുകളിൽ നിന്നായിരിക്കുമല്ലോ ആ നിർദ്ദേശം. ഈ വാച്ച് ഉറപ്പായും മുകളിൽ നിന്ന് നിർദ്ദേശമില്ലാതെ ഇത്തരത്തിൽ വളരെ സ്വകാര്യമായിട്ടൊരു സന്ദർശനം നടത്തിയിട്ട് ആ സ്വകാര്യ സന്ദർശനമാണെന്ന് വരുത്തി തീർക്കാവുന്ന തരത്തിൽ തന്നെയാണല്ലോ അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞത്. യാതൊരു കാരണവശാലും ഇത് പുറത്ത് പോകരുത്, ഒരു വാർത്തയാവരുത്, നാളെ ഇത് വാർത്തയാവരുത്, വാർത്തയായി കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ടേംസ് തെറ്റുന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞതിനോട്. അവിടെ ആ ടേംസ് തെറ്റുക എന്ന് പറഞ്ഞാൽ വിവേക് കിരണിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വിശ്വാസിയായി വന്ന് തൊഴുന്നതിന് എന്താണ് തടസ്സം? മുഖ്യമന്ത്രിയുടെ മകൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് തന്റെ വിശ്വാസം പ്രകടിപ്പിക്കുന്നതിന് ഒരു തടസ്സമാണ്. യാതൊരു കാരണവശാലും ഒരു തടസ്സമില്ല. ഇവിടെ VIP എത്ര വരുന്നു, പലപ്പോഴും പല VIP വന്നിട്ടുണ്ട്, അവരൊക്കെ ദർശനം നടത്തി പോകാറുണ്ട്. നമ്മൾ ചിലത് ചിത്രീകരിക്കാറുണ്ട്, ചിത്രീകരിച്ച് വാർത്ത കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ വാർത്ത കൊടുക്കാറുമില്ല. പക്ഷേ ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് ഒരു ഒന്നടങ്കം, അതായത് ഈ സുമേഷ് കാവൽക്കാരൻ, ക്ഷേത്രം 6 മാസം ഡ്യൂട്ടി ചെയ്യുന്ന കാവൽക്കാരനാണ് ഈ സുമേഷ് എന്ന് പറയുന്നത്. ഇത് ചിത്രീകരിക്കും. രാജു ഗുരുവായൂർ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, അന്വേഷണത്തിനും ഇത് സഹായകമാണ്. ഈ സുമേഷ് കരാർ ജീവനക്കാരനല്ലേ? അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കയറുന്ന ഭാഗത്ത് ഡ്യൂട്ടിയിലുള്ളയാൾ കരാർ ജീവനക്കാരനാണ്. അതായത് ക്ഷേത്രത്തിനകത്ത് കാവൽക്കാരനാണ്, ക്ഷേത്രത്തിനകത്തെ കാവൽക്കാരനാണ് അയാൾ യാതൊരു കാരണവശാലും പുറത്തിറങ്ങി വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇയാളാണ് ഇതിനെല്ലാത്തിനും നേതൃത്വം കൊടുത്തിരുന്നത്. ഈ സുമേഷുമായി ചേർന്നല്ലേ നേരത്തെ ഇവർ ചിത്രമെടുത്തത്, വിവേക് കിരണും സംഘവും? അതെ. വിവേക് കിരണും അതേപോലെ തന്നെ സുമേഷും കൂടിയിട്ടാണ് ഇവിടെ നിന്നിട്ടാണ് ചിത്രം എടുത്തിരുന്നത്. അതാണ് ഞാൻ ഫസ്റ്റ് വിഷലായിട്ട് എടുത്തത്. ഇവർ എടുക്കുന്ന ചിത്രങ്ങളാണ് ഞാൻ ഫസ്റ്റ് വിഷലായിട്ട് എടുത്തത്. ഈ ഹൈക്കോടതി ഉത്തരവാണല്ലോ ഇതിനൊക്കെ ഒരു മാനദണ്ഡമായി പറയുന്നത്. ദേവസ്വം ഗസ്റ്റ് ഹൗസിലേക്ക് ശ്രീ രാജു ഗുരുവായൂർ, തൊട്ടപ്പുറത്ത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഞങ്ങൾ എന്തായാലും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് അതായത് നിയന്ത്രിതമായി മൊബൈൽ ഫോൺ അടക്കം നിരോധിച്ചിട്ടുള്ള മേഖലയുണ്ട്. മൊബൈൽ ഫോണൊക്കെ നമ്മൾ പുറത്തു കൊടുത്തിട്ടാണല്ലോ ദർശനത്തിനായി അകത്തേക്ക് കയറേണ്ടത്. എവിടെ നിന്നാണ് താങ്കൾ ഈ ചിത്രം പകർത്തിയത്? അത് അനുവദനീയ പരിധിയാണോ? ഉറപ്പായും എനിക്ക് ഇവിടുത്തെ എല്ലാ മുക്കുമൂലയും അറിയാം. പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ എവിടെയാണ് ഹൈക്കോടതി നിർദ്ദേശം വന്നിട്ടുള്ളതെന്ന് വളരെ വ്യക്തമായി അറിയുന്നതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വിഷയിൽ ഞാൻ എടുക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ തന്നെ കാത്തു നിന്നത്. കാരണം ഒരു ദേവസ്വം ഗസ്റ്റ് ഹൗസിലാണ് എത്തിയിട്ടുള്ളതെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ദേവസ്വം ഗസ്റ്റ് ഹൗസിൻ്റെ കോമ്പൗണ്ടിൽ നിന്നാണ് ഈ ചിത്രങ്ങൾ മുഴുവൻ എടുത്തതും ചിത്രീകരിച്ചതും. അതുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന അല്ലെങ്കിൽ പോയിട്ടുള്ള ആളെന്ന നിലയിൽ, കൃത്യമായ ആ മേഖല അറിയാവുന്ന ആളെന്ന നിലയിൽ കൂടിയാണ് ഞാനത് ചോദിക്കുന്നത്. കാരണം താങ്കൾ അനുവദനീയ നടപ്പന്തലിലേക്ക് കയറിയിട്ടില്ല, തീർത്ഥക്കുളത്തിന്റെ ഭാഗത്തേക്ക് പോയിട്ടില്ല. താങ്കൾ ഫോട്ടോ എടുത്തത് ദേവസ്വം അവിടെ ഗസ്റ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ്. അതായത് ഹൈക്കോടതി ഉത്തരവ് ബാധകമല്ലാത്ത മേഖലയിലാണ്, എല്ലാവരും ചിത്രങ്ങൾ എടുക്കുന്ന പ്രദേശത്താണ് താങ്കൾ ചിത്രം എടുത്തത്. അപ്പോൾ ആ ചിത്രം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വിവേക് കിരൺ മാത്രമുള്ളത് കൊണ്ടാണോ? കൂടെ ഉണ്ടായിരുന്ന ആളാരാണ്? അതൊരു വ്യവസായിയാണോ?
കൂടെ ഉണ്ടായിരുന്ന ആളെ പറ്റി എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആളാണ്. അയാളാണ് ഏറ്റവും കൂടുതൽ ഇതിൽ താല്പര്യം എടുത്തത്. കാരണം ഈ വിഷൽ ഡിലീറ്റ് ചെയ്യിച്ചിട്ട് മാത്രമേ എന്നെ പുറത്ത് വിടൂ എന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് ആളെൻ്റെ പിന്നാലെ വന്നതും. ആളാണ് ഇതിനൊക്കെ പിന്നീട് ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ അയാളാണ്. ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ കിരണിൻ്റെ വൈഫ് വന്നിട്ടും വൈഫും ഇയാളും കൂടിയിട്ടാണ് വന്ന് പറഞ്ഞത്. രണ്ടാം ഘട്ടത്തിൽ പിന്നെ വരുന്നത് കാരണം ഗസ്റ്റ് ഹൗസിൽ ഞാൻ പുറത്ത് കടന്നുല്ലോ. പുറത്ത് കടന്നപ്പോൾ ഉണ്ടായ കാര്യം പിന്നെ ഇയാളാണ് പിന്നാലെ എൻ്റെ വന്നതും എൻ്റെ പിന്നിൽ പിടിച്ചതും എൻ്റെ ഷർട്ടിൽ പിടിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതും. അതോടൊപ്പം തന്നെ ഈ സുമേഷ് എന്ന് പറയുന്ന വ്യക്തി ഇത് ഫോട്ടോ ചിത്രീകരണം കഴിഞ്ഞ് സുമേഷ് ഇവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. സുമേഷ് പിന്നെ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ ഈ ഗണപതി അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ടാണ് പിന്നെ സുമേഷിനെ കാണുന്നത്. അപ്പം ഞാനിവിടുന്ന് എന്നെ ഇയാൾ പിടിച്ചു കൊണ്ടുപോകുന്നു. പിന്നെ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഞാൻ ഈ ഗണപതി അമ്പലത്തിൻ്റെ അതിൽ കടക്കാന്നുള്ള രീതിയിൽ ഞാൻ അങ്ങോട്ട് കിടക്കുമ്പോഴാണ് സുമേഷ് വരുന്നതും സുമേഷിനോട് ഇദ്ദേഹം വിളിച്ച് പറയുന്നത്. അവിടെ നിന്നിട്ട് തന്നെ ഉറക്കെ വിളിച്ച് പറയാണ്, രാജു അവിടെ അല്ല ഇയാൾ ഡെലിറ്റ് ചെയ്യണില്ല ഇയാളെ പിടിക്കുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പിന്നെ ഈവൻ വരുന്നതും ഈ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നതൊക്കെ അപ്പോഴാണ്. ഈ അവിടെ വന്ന കൂടെ ഉണ്ടായിരുന്ന ആളെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ അല്ലേ? ആദ്യമായിട്ടല്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വരുന്നത്? താങ്കൾ 10-25 വർഷമായി അവിടെയുള്ള ആളാകുമ്പോൾ അവിടെ സാധാരണ വരുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ. അല്ല, നേരത്തെ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ നേരത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം ആരാണെന്നും അറിയില്ല. ഈ ഉപദ്രവിച്ച ആൾ ആരാണെന്ന് ഇപ്പോൾ താങ്കൾ പരാതിപ്പെടുകയാണെങ്കിൽ താങ്കളെ ഉപദ്രവിച്ച അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയ ആളുടെ പേര് കൂടി വേണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. പേര് അറിയില്ല. ആളെ കണ്ടാലറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം കണ്ടാൽ. പിന്നെ അത് മാത്രമല്ല കിട്ടിയിട്ടുള്ള ഫോട്ടോയിൽ ആളുടെ കൃത്യമായിട്ട് വീഡിയോ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഞാനെടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് അയാളുണ്ട്. പക്ഷേ വീഡിയോ ഇനി റീട്രൈവ് കൊടുത്തിട്ട് നമ്മൾ രണ്ടാമത് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചിത്രങ്ങളും വീഡിയോയും എല്ലാം ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ പുറത്തു വന്ന ചിത്രങ്ങൾ ഇപ്പോൾ സൂരജ് ഞങ്ങളാണ് ആ ചിത്രങ്ങൾ ഇന്നലെ വൈകുന്നേരം 9 മണിയോടുകൂടി പുറത്തു വിട്ടത്. നമ്മളത് താങ്കൾക്ക് മർദ്ദനമേറ്റു എന്നതുകൂടി അറിഞ്ഞതുകൊണ്ടാണ് അപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു എഡിറ്റോറിയൽ ചർച്ചയായിരുന്നു. അപ്പോൾ തന്നെ ഈ ചിത്രങ്ങൾ കൊടുക്കാം എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുക്കുകയായിരുന്നു. കാരണം താങ്കൾ 10-25 വർഷമായി അവിടെ ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ഒരു ജോലി ചെയ്ത് പോകുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരാളെ ഉപദ്രവിക്കുമ്പോൾ അത് ചോദിക്കണമല്ലോ. മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെ മകനാണെങ്കിലും അത് ചോദിക്കാം എന്നൊരു തീരുമാനം ബിഗ് ടി വി എടുക്കുകയായിരുന്നു. ആ സമയം മറ്റു മാധ്യമങ്ങളൊന്നും ഈ വാർത്ത നൽകിയതുമില്ല. തീർച്ചയായും അതിൽ ബിഗ് ടിവിയോട് പ്രത്യേകം നന്ദി പറയുകയാണ്. ശ്രീ രാജഗുരുവായൂർ, താങ്കൾ പരാതിപ്പെട്ടോ ഇക്കാര്യത്തിൽ? താങ്കൾക്ക് ദേഹോപദ്രവം അടക്കം ഏൽപ്പിച്ചല്ലോ അവർ. പരാതി ഇതുവരെ ഞാൻ പരാതി കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരോടൊക്കെ സംസാരിച്ചതിന് ശേഷം അവരൊരു തീരുമാനം അറിഞ്ഞിട്ട് പരാതി കൊടുക്കാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിത്രമെടുത്തത് അനുവദനീയ പരിധിയിൽ നിന്നാണ്. ഞാൻ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. പോലീസ് അനുവദനീയമായ സ്ഥലത്ത് നിന്നാണ് താങ്കൾ ചിത്രം എടുത്തത്, അതായത് ക്ഷേത്ര വളപ്പിലല്ല, പരിധിയിൽ സ്ഥലത്ത് അല്ല. ഓക്കെ, വളരെ നന്ദി ശ്രീ രാജു ഗുരുവായൂർ. എന്തായാലും താങ്കളുടെ തീരുമാനം എന്തായാലും ഉറപ്പോടെ മുന്നോട്ട് പോകുക. അതെ, അപ്പോൾ ദേവസ്വം ഗസ്റ്റ് ഹൗസിന്റെ കോമ്പൗണ്ടിലാണ് ചിത്രമെടുത്തത്. ഗുരുവായൂർ ക്ഷേത്ര വളപ്പിലല്ല, ഗുരുവായൂർ നടപ്പന്തലിലല്ല, ക്ഷേത്രത്തിനുള്ളിലല്ല. അതിൽ കൂടി ഒരു വ്യക്തത വരികയാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്ററാണ് നേരിട്ട് വന്ന് ചിത്രങ്ങൾ ഡിലീറ്റ് ചെയ്യാനായി ആവശ്യപ്പെട്ടത്. അതിലും ഒരു വ്യക്തത വരികയാണ്. ഒപ്പമുണ്ടായിരുന്നയാൾ, വിവേക് കിരൺ അല്ല ഭീഷണിപ്പെടുത്തിയത്, ഒപ്പമുണ്ടായിരുന്നയാൾ ആ ആൾ ആരാണ് അതുകൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും വളരെ നന്ദി ശ്രീ രാജു ഗുരുവായൂർ, കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരുത്തിയത്. തീർച്ചയായും നന്ദി.